നിങ്ങൾ ക്രാബ് മെൻറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു വേർഡ് കേട്ടിട്ടുണ്ടോ? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സക്സസ് ആവുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ വളർന്ന് പന്തലിക്കുന്ന സമയത്ത് നമ്മളെ പരമാവധി ഡിസ്കറേജ് ചെയ്ത് തള്ളി താഴെ ഇടാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ മനോഭാവത്തിനെയാണ് ക്രാബ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. ഈ ക്രാബ് മെൻറ്റാലിറ്റി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കൊട്ടയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു ബക്കറ്റിനകത്ത് കുറച്ച് ഞണ്ടുകളെ പിടിച്ചിട്ടു. അതിലൊരു ഞണ്ട് വലിഞ്ഞ് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ബാക്കി ഞണ്ടുകളെല്ലാം ചേർന്ന് അതിനെ പുള്ളി ഇത് താഴേക്ക് തന്നെ വലിച്ചിടുന്നു. അങ്ങനെ നീ മാത്രമായിട്ട് ഇപ്പം രക്ഷപ്പെടണ്ട, നീ മാത്രമായിട്ട് വളരണ്ട എന്നൊരു മനോഭാവത്തിലാണ് അവരത് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള മനോഭാവമുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ ക്രാബ് മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ പലപ്പോഴും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കില്ല. അത് നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, നമ്മുടെ സഹപ്രവർത്തകരായിരിക്കാം, പലപ്പോഴും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വരെ ആകാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇവരെ നമ്മൾ വല്ലാതെ അടുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മളെ സ്വപ്നങ്ങളെ തേടി പിടിക്കാൻ പറ്റില്ല. കാരണം ഇവർ നമ്മളെ മാക്സിമം ഡിസ്കറേജ് ചെയ്തുകൊണ്ടേയിരിക്കും, പരമാവധി തളർത്തിക്കൊണ്ടിരിക്കും. സ്വന്തം കഴിവുകേടോ അസൂയയോ കാരണമാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വൺസ് ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അവരിൽ നിന്ന് ഒരു അകലം പാലിക്കുക. അത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ബൈ.